ബംഗാളിൽ തെരഞ്ഞെടുപ്പാണ്. ഇത്തവണയും എല്ലാ പാർട്ടികളുടെയും ശ്രദ്ധ സ്ത്രീ വോട്ടർമാരിലാണ്. ഞങ്ങളിപ്പോൾ നോർത്ത് ബംഗാളിലാണ്. നോർത്ത് ബംഗാൾ BJPയുടെ തട്ടകമായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഇവിടെ നിന്നാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത്. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീ വോട്ടർമാരിലാണ്. തൃണമൂൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മീർ ഭണ്ഡാർ എന്ന പദ്ധതിയിൽ ഇനി സ്ത്രീകൾക്കുള്ള പണം വർദ്ധിപ്പിക്കുമെന്ന്. ഞങ്ങളിവിടെ സിലിഗുരിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ഉദൽബാരി പീ ഗാർഡനിലാണ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്. പറയൂ, നിങ്ങൾക്ക് ഈ പണം കിട്ടാറുണ്ടോ ഇല്ലയോ? കിട്ടാറുണ്ട്. എന്ന് മുതലാണ് കിട്ടുന്നത്? എപ്പോൾ മുതലാണ് കിട്ടുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ 3-4 വർഷം മുൻപ് മുതലായിരിക്കും. അപ്പോൾ ആ പണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ? ഉണ്ട്, കുറച്ചൊക്കെ. അതെ, പ്രയോജനമുണ്ട്. ഇപ്പോൾ പണം കൂട്ടുന്നുമുണ്ട്. ഇപ്പോൾ 1500 1700 ST വിഭാഗക്കാർക്ക് 1700 ST അല്ലാത്തവർക്ക് 1500 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണമുണ്ടോ? കുറച്ച് ഗുണമുണ്ടായി. നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത്? വേറെന്ത് വേണം? പുറത്ത് സ്ത്രീകൾക്ക് 3500 കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ 1700 മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 3500-ഉം 3000-ഉം ഒരു തവണയേ കിട്ടുന്നുള്ളൂ. ബീഹാറിൽ 10000 ഒരു തവണ കിട്ടി. അതെ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതെ, എല്ലാ മാസവും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട് സാർ. എപ്പോൾ മുതൽ കിട്ടുന്നു എന്ന് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച്. പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? ഇതിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്ത്? അതിനെ ഒറ്റയടിക്ക് എടുക്കില്ല, അത് അടിഞ്ഞുകൂടാൻ വിടും. അതിന് ശേഷം എടുക്കും. പിന്നെ ഞങ്ങൾക്ക് ഇന്ദിരാവാസ് വീട് കിട്ടുന്നില്ല. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശരി, ഇവിടെയുള്ള എല്ലാവർക്കും പണം കിട്ടുന്നുണ്ടോ? ആർക്കാണ് കിട്ടാത്തത്? ഞങ്ങൾക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്? അത്രയൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ട് അറിയില്ല. 4-5 തവണ അകത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വരുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അതെ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതെ, കിട്ടുന്നുണ്ട്. പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു? കൂട്ടിവെക്കുന്നു, സൂക്ഷിക്കുന്നു, അവസാനം എടുക്കുന്നു. കൊള്ളാം. കൂടുതൽ നല്ലതാണ്. ആ സമയത്ത് ഉപയോഗിക്കുന്നു. സ്കൂള് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലാണ് പൈസ ചെലവാക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട്. ചില സ്ത്രീകളുണ്ട് ഈ ഭാഗത്തുള്ളവർ. കാരണം ഇപ്പോൾ ടീം ഗാർഡനിലാണുള്ളത്. ഇതൊന്ന് പറയൂ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട്. ശരി, പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു? പൈസ കൊണ്ട് കുട്ടികളെ ട്യൂഷന് വിടുന്നു. അത് ആ ചെലവിൽ പോകും. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട്. പൈസ കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ സ്കൂൾ ഫീസ് അടയ്ക്കുന്നു. ഓ, അപ്പോൾ കൂടുതൽ പൈസ. അപ്പോൾ ഇപ്പോൾ പൈസ ഇനിയും കൂട്ടുകയാണല്ലോ. അതെ, ഇപ്പോൾ പിയർലാലിൽ കൂടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. 1500 എന്ന് പറയുന്നു. ഇവിടെ അത് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക്? എനിക്ക് കിട്ടുന്നില്ല. ഈ കാര്യമൊക്കെ പ്രൈവറ്റിലാന്ന്. ഓ, നിങ്ങൾക്ക്? അതെ, കിട്ടുന്നുണ്ട്. എത്ര വർഷമായി കിട്ടുന്നുണ്ട്? അത് ഒരു 3-4 വർഷം. പൈസ കൊണ്ട് എന്ത് ചെയ്യും? പൈസ കൊണ്ട് കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു, എല്ലാവർക്കും ഫീസ് കൊടുക്കുന്നു. കൂടാതെ മിക്ക സ്ത്രീകൾക്കും ഇവിടെ അത് കിട്ടുന്നുണ്ട്. അതെ, 25 വയസ്സായവർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അത്രയും പ്രായമില്ലാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ? സന്തോഷമുണ്ട്, കിട്ടുന്നതുകൊണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? വാടകയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെ. ഇതിന് ഇനിയും വാടകയുണ്ട്. അതെ. കിട്ടുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടേനെ. ഇപ്പോൾ കിട്ടുമില്ല. ഒരാളുടെ വരുമാനം കൊണ്ട് തോട്ടത്തിലെ പണി മാത്രം മതിയാവില്ല. ശരി, നിങ്ങൾക്ക് വേറെ എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് പറയൂ. ഞങ്ങൾക്ക് വീട്ടിന്റെ പ്രശ്നം കൊണ്ട് വീടും കിട്ടുന്നില്ല. എൻ്റെ അമ്മായിയച്ഛൻ്റെ പേരിൽ വീട് വന്നിരുന്നു, അത് കിട്ടിയില്ല, പേര് വെട്ടിപ്പോയി. ആണോ? ഇന്ദിരാവാസ് യോജനയില്ല, ഞങ്ങൾക്കൊന്നുമില്ല. തോട്ടത്തിലെ വീടാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ദിരാ ആവാസ് വീട് വേണോ? ഞങ്ങൾ തോട്ടത്തിലെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ ഇന്ദിരാ ആവാസ് വീട് തന്നാൽ ചേച്ചിക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് തോട്ടത്തിലെ വീടാണ് കിട്ടിയത്. റേഷനും വെള്ളവും കിട്ടുന്നില്ല. 5 കിലോ ധാന്യം കിട്ടുന്നുണ്ടാകുമല്ലോ. കിട്ടുന്നില്ല സർ. എന്തുകൊണ്ട്? അറിയില്ല. വേർതിരിച്ചിട്ട് ശരിയാവുന്നില്ല, മുറിച്ച് മാറ്റാനും പറ്റുന്നില്ല. ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എത്ര പ്രാവശ്യം കുടുംബത്തെക്കുറിച്ച് കൊടുത്തു, പക്ഷേ അവിടെ ഒരു കുടുംബത്തിനകത്ത് മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ വേർതിരിക്കുന്നില്ല.
ഒരേ കുടുംബത്തിലാണ്. നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടോ ഇല്ലയോ? പണം കൊണ്ട് എന്തു ചെയ്യുന്നു? കുട്ടികളെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നു, പിന്നെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടാറില്ല. എന്തുകൊണ്ട്? ഒരു വാടകയും കിട്ടിയില്ല. ചോദിച്ചാൽ ആരും പറഞ്ഞു തരുന്നില്ലേ? ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട്. ശരി, കിട്ടുന്നുണ്ട്. എന്നു മുതൽ? എത്ര വർഷമായി കിട്ടുന്നുണ്ട്? 2-3 വർഷമായി കിട്ടുന്നുണ്ട്. പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെയൊക്കെ ട്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേറെ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇന്ദിരാവാസ് വീടൊന്നും ഞങ്ങൾക്ക് തോട്ടത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ബുദ്ധിമുട്ട്. അച്ഛൻ്റെ പേരിൽ വീട് കിട്ടിയിരുന്നു, ഇന്ദിരാ ആവാസ് വീട്. അതും റദ്ദായിപ്പോയി. കിട്ടിയില്ല. മിക്ക സ്ത്രീകളും പറയുന്നത് അവർക്ക് ഈ ലക്കി ഭണ്ഡാർ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നാണ്. ചില സ്ത്രീകളുണ്ട്, നിങ്ങൾക്ക് പറയാം 10 മുതൽ 15% വരെ. അവർക്ക് ആവർത്തിച്ച് ഫോം പൂരിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്തതെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എങ്കിലും ഈ പദ്ധതി അവർക്ക് സാമ്പത്തികമായി വളരെ പ്രയോജനകരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ മറ്റു ചില സർക്കാർ പദ്ധതികളുടെ പ്രയോജനവും അവർക്ക് ലഭിക്കാമായിരുന്നു. ഉദാഹരണത്തിന്, അവർക്ക് വീട് നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭവന പദ്ധതിയുടെ പ്രയോജനം അവർ പ്രതീക്ഷിച്ച രീതിയിൽ ലഭിച്ചില്ല.